This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 66ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ലെഗാസിറ്റ എന്ന പേരിൽ സംഘടിപ്പിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ സോണി വാഴപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. ആർക്കേവിസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ AK മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സിജോം C. ജോയി, സീന എബ്രഹാം P, ലിനി മാത്യു, VC പുഷ്പിണി, സിറിയക് ജോൺ, കെന്നഡി P എന്നിവർക്കാണ് സ്കൂൾ സമൂഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി തുടങ്ങിയ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ബിജു തോമസ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദ ഏഞ്ചൽ ബഡി എന്ന സംഗീത നാടക വിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു പോകുന്ന വേളയിൽ ഇതുപോലെ ഒരു വാർഷികം നടത്തുക എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മൾ വളരെ നല്ലൊരു മെഗാ ഡ്രാമ തന്നെയാണ് ഇന്ന് ഈ പൊതുസമ്മേളനത്തിന് ശേഷം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കൊടുക്കുകയും നമ്മുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ സേവനം കഴിഞ്ഞു പോകുന്ന അധ്യാപകരെ അനുസ്മരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുക. ഇതിന് സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. 1949 എന്ന് പറഞ്ഞാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 2 വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച LP സ്കൂൾ. പിന്നെ 1998 അത് ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ട് വിദ്യാഭ്യാസത്തിൻ്റെ പദത്തിൽ മനോഹരമായിട്ടുള്ള ചരിത്രം എഴുതി ചേർത്ത ഈ സെയിൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾ ഓർത്ത് നോക്കുക. എത്രയോ ശ്രേഷ്ഠരായ പൗരന്മാരെ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അതാണ് ഈ അഭിമാന നിമിഷങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ വിദ്യാക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ള സേവന പഥങ്ങളാണ്. അപ്പോൾ ഇവിടെ സുഖദുഃഖ സമ്മിശ്രമായ ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. തോമാപുരത്ത് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കുരുത്തോല പെരുന്നാളിന് ഈ പള്ളിയുടെ മുമ്പിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിച്ചത്. ഒരുപാട് അനുഭൂതികൾ ഈ പ്രദേശവുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ 4 വരി കവിതയുണ്ട്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏതെന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കളും. ഗ്രാമീണ 4 വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മനോഹരമായ ഈ സായാഹ്നത്തിൽ നമുക്കറിയാം, മാർത്തോമാ ശ്ലീഹയുടെ ഈ തിരുസന്നിധിയിൽ 66ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് ഇനിയും ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാനാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുക. കാസർഗോഡ് ജില്ല അനുഗ്രഹീതമായ ഒരു ജില്ലയാണ്. ഉത്തര മലബാറിന്റെ മൂല്യശോഭയും തുളുനാടിന്റെ സംസ്കൃതിയും സമഞ്ജസമായി സമന്വയിപ്പിക്കപ്പെട്ട ഒരു നാടാണ് കാസർഗോഡ്. ഇതൊരു സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. 44 നദികൾ കേരളത്തിന്റെ വരദാനമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്നതിൽ 12 നദികൾ നമ്മുടെ നാടിന്റെ സ്വന്തമാണ്. ചന്ദഗിരി പുഴയുണ്ട്, തേജസ്വിനി പുഴയുണ്ട്, പയസിനി പുഴയുണ്ട്, മധുവാഹിനി പുഴ അടക്കം 12ഓളം നദികൾ കാസർഗോഡിന് സ്വന്തം. ഒരു നാടിന്റെ പൈതൃകം, പാരമ്പര്യം, സംസ്കൃതി
ഇതിനൊക്കെ നദീതടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ചരിത്രം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാസർഗോഡ് യക്ഷഗാനത്തിന്റെ നാടാണ്. മാത്രമല്ല ഒരുപാട് പ്രതിഭാധനന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യ, മഹാകവി കുട്ടമത്ത്, മഹാകവി പി കുഞ്ഞിരാമൻ നായർ, കിഞ്ഞണ്ണറി, ടി എ ഉബൈദ്, ടി എസ് തിരുമുമ്പ് അടക്കം എത്രയെത്ര മഹാരഥന്മാർക്ക് ജന്മം നൽകിയ ഒരു മണ്ണാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ ഒരു പാരമ്പര്യം, ലെഗസി, ഒരു പൈതൃകം. ആ പൈതൃകം ഈ സ്കൂളിന്റെ പൈതൃകവുമായി സമന്വയിപ്പിച്ച് ആ ലെഗസി നിലനിർത്താൻ ആവശ്യമായ ലെഗസ്യ എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസം വിസ്ഫോടനത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആഗോളതലത്തിൽ വിദ്യാഭ്യാസം മത്സരാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് പോകുന്നത്. ഈ മത്സരാധിഷ്ഠിതമായ വ്യവസ്ഥിതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ അവരെ ആ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.